ചെയ്ത് മടങ്ങി. ഇത് ഹലാലാണെന്നും ഇത് പറ്റൂന്നും ഇതിന് കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഇസ്ലാം എന്ന പുറത്താണ്. ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ഇത് തെറ്റാണെന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും ഞാൻ ചെയ്യും. അള്ളാഹുവിന്റെ ശരീഅത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ, അതിന് പുറപ്പെടുന്നതും അതിന് കാശ് കൊടുക്കുന്നതുമെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവനവന്റെ തടിക്ക് സുഖത്തിനല്ല ഇത് ചെയ്യുന്നത്. മറ്റുള്ളവർ അടങ്ങേറാവണം, മറ്റുള്ളവർ ബുദ്ധിമുട്ടണം, ഇതിനു വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇതിനൊക്കെ ചികിത്സ റുഖയ്യകളാണ്. റുഖയ്യ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ വന്ന ആയാത്തു ശിഫ, ശിഫാഇന്റെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ രോഗിക്ക് ഓതി കൊടുക്കലാണ്. അതിന് ശുദ്ധമായി കാശ് മോഹിക്കാതെ, പൈസ മോഹിക്കാതെ, ദുന്യാവ് ആഗ്രഹിക്കാതെ മുഅ്മിനീങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുക എന്ന ഒരൊറ്റ നിയ്യത്തോടുകൂടെ ചെയ്യുന്ന മഹാന്മാർ, അത്തരം ആളുകൾ കണ്ടുകിട്ടാൻ പ്രയാസവുമാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരുപാട് കള്ളത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും. ഞാൻ മാറ്റിത്തരാം 1,00,000 ചെലവ്, ഞാൻ മാറ്റിത്തരാം 50,000 വേണം, ഞാൻ മാറ്റിത്തരാം എനിക്ക് 60,000 വേണം. ഇങ്ങനെ പൈസ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ, അവരുടെ കരങ്ങളിൽ അള്ളാഹു ശിഫ കൊടുക്കൂല. അത് വഞ്ചകരാണ്. അതുകൊണ്ടൊരു നല്ല മനുഷ്യനെ കണ്ടുകിട്ടാനും പണിയായിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സംരക്ഷണം കിട്ടാൻ നമുക്ക് സംരക്ഷണത്തിന്റെ വലയം മിനിമം 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതണം. മുഴുവനായിട്ട് സൂറത്തുൽ ബഖറ. അതിനോളം ശക്തമായ പ്രൊട്ടക്ഷൻ, സിഹ്റിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വേറെ ആയത്തുകൾക്കില്ല. പിന്നെ ആയത്തുൽ കുർസിയാണ് ധാരാളം വർദ്ധിപ്പിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. സംസം കുടിക്കുന്നത്, അജ്വയുടെ ഈത്തപ്പഴം 7 എണ്ണം രാവിലെ കഴിച്ചാൽ ആ ദിവസം ആ മനുഷ്യന് സിഹ്റോ അതുപോലെ തന്നെ സുമ്മ്, പോയിസനോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വ ഈത്തപ്പഴം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും അതിന് കാശുണ്ടായിക്കൊള്ളുന്നില്ല. അത് 7 എണ്ണം രാവിലെ കഴിച്ചാൽ അന്നത്തെ 24 മണിക്കൂറിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ ദിവസം അവർക്ക് സിഹ്റോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്തോളൂ, ഖുർആനെ മുറുകെ പിടിച്ചോളൂ, ഖുർആൻ കൂടെ കൊണ്ട് നടക്കുക. മഹദിയായ ശിഫാ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. വകാനത് ഇംറഅതൻ റാഖിയ, അവരെ റുഖിയ ചെയ്യുന്ന പെണ്ണായിരുന്നു. എന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, ഫഅറദത് റുഖാഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു ഹത്താ യൻദുറ ഫീഹാ വയസവ്വിബഹാ. താൻ ചെയ്യുന്ന ഈ ചികിത്സ, ഖുർആൻ കൊണ്ട് ചെയ്യുന്ന ചികിത്സ ശരിയാണോ, അതിലെന്തെങ്കിലും പിഴവുണ്ടോ നബിയെ എന്ന് നബി തങ്ങൾ എന്ന് കണ്ടുപഠിക്കാൻ മഹദി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു കൊടുത്തു. നബിയെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആളുകൾ സിഹറേറ്റ് കൊണ്ടോ കണ്ണേറ് കൊണ്ടോ രോഗം കൊണ്ടോ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ആയത്തുകളും ഈ ദുആയൊക്കെയാണ് ഓതുന്നത് എന്ന് നബി തങ്ങളുടെ പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് ഇജാസത്ത് കൊടുത്തു. നിങ്ങളിത് ചെയ്തോളൂ, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. എന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞു, അല്ലിമീഹാ ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹാ, എന്റെ ഭാര്യയായ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവിക്ക്, ഷിഫാ ബീവി, നിങ്ങൾ ഈ റുഖയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ, ഈ മന്ത്രിച്ചു ഓതുന്നത് എന്ന് നബി തങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിഷയമാണ്. എന്നാലും ഒരു പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വിശദമായി അവരും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തോളും. ഷിഫാ ബീവിയോട് പറഞ്ഞു, ഹഫ്സ ബീവിക്ക് എങ്ങനെയാണ് റുഖയ ചെയ്യേണ്ടത് എന്ന്, ഷിഫ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ഹഫ്സ ബീവിക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ, അവർക്ക് തന്നെയാണ് എഴുത്തും വായനയും പഠിപ്പിക്കണമേ എന്നും നബി തങ്ങൾ ഷിഫാ ബീവിയോട് പറഞ്ഞത് റളിയല്ലാഹു തആല അൻഹാ. അത്രയും പ്രാവീണ്യമുള്ള പ്രതിഭകളായ വനിതകൾ, ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം. നമുക്ക് എത്രയോ ഉമ്മമാരുണ്ടല്ലോ, വലിയ വലിയ ഉമ്മൂമ്മമാർ, വല്യമ്മമാർ. അവർ പറയില്ലേ, വല്യമ്മ എന്ന് ഊതി തന്നാൽ കണ്ണേറിന് ഭയങ്കര ശിഫയാണ്. വല്യമ്മ ഒരു റുഖയ ചെയ്താൽ ആ അസുഖങ്ങൾ പോകും, കണ്ണേറ് കൊണ്ടുണ്ടെങ്കിൽ പോയി പോകും. വല്യമ്മ അങ്ങനെയാണ്, വല്യപ്പ അങ്ങനെയാണ്. എന്റെ കാരണം എന്നറിയോ, അവർ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവും. അവർക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാനൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ കഥ പറയായിരുന്നു, ഒരു കോമഡി വന്നത്, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഉറക്കം തന്നെയാണ് ഉറക്കം, എപ്പോഴും ഉറക്കമാണ് ഡോക്ടറെ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഒരാളുടെ അസുഖം വന്നതാ, എപ്പോഴും ഉറക്കം, രാവിലെ ഉറക്ക്, വൈകുന്നേരം ഉറക്ക്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ 3310 പണ്ട് നോക്കിയൻ്റെ കട്ട ഫോണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോൺ അടിയന്തരമായിട്ട് മാറ്റാം, നല്ല സ്മാർട്ട് ഫോണും അതിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താലേ ഉറക്കണം വരൂല. അതന്നെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംഗതി കോമഡി ആണെങ്കിലും നമുക്കിപ്പോൾ ഉറങ്ങാൻ നേരമുണ്ട് ഫേസ്ബുക്കും ഇതൊക്കെ നോക്കി തീർന്നിട്ട്. ഉറങ്ങുമ്പോൾ സമാധാനം വല്ലതുണ്ടോ? ലോകത്തെ സർവ്വ ന്യൂസും തലയിൽ കയറ്റി എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മൊബൈലിൽ വരും.
ഇതൊക്കെ നോക്കാൻ നിന്നാ മനുഷ്യന് മരിക്കാൻ നേരം കിട്ടും. അപ്പൊ നമ്മുടെ സമയം നമ്മളറിയാതെ സമയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ ഇത് അങ്ങനത്തെ ഉള്ള കഥയൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷേ അതിലൊരു പൊരുൾ കിടക്കുന്നുണ്ട് അല്ലേ. ശരിക്കും മര്യാദക്ക് ഉറങ്ങിയിരുന്ന ആൾക്കാർ ഇപ്പോൾ ഉറങ്ങാതായത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഉറക്കം തിരിച്ച് എന്താ സംഭവം, ഉമ്മാനോട് ഉറങ്ങാന്ന് പോയി പറഞ്ഞ് മൊബൈൽ കണ്ടിരിക്കാരെ പിന്നെ രാവിലെ എണീക്കാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? അവർക്ക് അവിടുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? സമയവും ശ്രദ്ധയും ഒക്കെ ചിതറിപ്പോവല്ലേ. അതുകൊണ്ട് നമ്മുടെ സമയം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം വിശുദ്ധമായ ഖുർആനും അദ്കാറുകളും ഓതിക്കോളി. അതൊന്നും പറഞ്ഞുതരാനും പാടില്ല, അതൊന്നും ചെയ്യാനും ആളില്ല. അതുകൊണ്ട് അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ വലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല, നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതാൻ സമയമല്ല, ബാക്കി സർവ്വ പത്രങ്ങളും വായിക്കുന്നുണ്ട്, സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ഓതാൻ പറ്റണില്ല. നമ്മളെക്കാട്ടും പരാജയപ്പെട്ടവർ പിന്നെ ആരാണ്? ഇതിനും വലിയൊരു ഷഖാ ഉണ്ടോ? അതേ മൊബൈലിൽ ഖുർആൻ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒന്ന് ഓതിയാൽ മതി. ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. 100-200 പേജ് ആളുകളുടെ വാറോലകൾ വായിച്ചു തീർക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടായി പോകും, പിശാച് തട്ടിയെടുത്തു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവിധ ശർറും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ 7 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളുടെ കൂടെ പരിചാരികയായി നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടുന്ന് മുറിവുകളാവുന്ന സ്വഹാബിമാരെ ചികിത്സിക്കുവാൻ വേണ്ടി യുദ്ധക്കളങ്ങളിൽ നഴ്സിംഗ് ചെയ്തിരുന്ന മഹദിയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൽതഫത്തു യൗമ ഉഹദിൻ യമീനൻ വലാ ശിമാലൻ ഇല്ലാ റഅയ്തു നസീബ തുഖാതിലു അന്നി. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അവസാന ഘട്ടം പരാജയമായി മാറിയ ഒരു യുദ്ധമാണല്ലോ. ബദറിലെ വിജയത്തിന് ശേഷം ഖുറൈശികൾ പകരം വീട്ടാനുണ്ടാക്കിയ യുദ്ധമായിരുന്നു ഉഹദ്. ഉഹദ് എന്ന് പറയുന്നത് മദീനയാണ്, മദീനയുടെ പരിസരമാണ്. മദീനയിലേക്ക് ശത്രുക്കൾ മക്കയിൽ നിന്ന് വന്ന് ഹബീബിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന യുദ്ധം. അവിടെ ഹബീബായ നബി തങ്ങൾ അമ്പെയ്ത്തുകാരോട് താഴെ വരരുത് ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞു നിർത്തിയ ജബലുർ റുമാത്ത് എന്ന കുന്ന് ഇന്നും നമ്മൾ മദീന കാണാൻ പോകുമ്പോൾ കാണുന്നുണ്ട്. സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദിലെ 70ഓളം ശുഹദാക്കൾ കിടക്കുന്ന ആ ഒരു കെട്ട് നമ്മൾ ഉഹദിൽ കാണുന്നുണ്ട്. അവിടെ വലിയൊരു മനോഹരമായ മസ്ജിദ് വന്നിട്ടുണ്ട്. ഇപ്പോ പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുവരെ കിംവദന്തി റൂമർ പരന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു അത്. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് ശത്രുക്കളങ്ങ് പറഞ്ഞു പരത്തിയാൽ മുസ്ലിമീങ്ങളുടെ ഊർജം അവിടെ തീർന്നു പോകും. അവര് പിന്നെ യുദ്ധക്കളം വിട്ട് ഓടും. പുണ്യനബിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ്, ഹബീബില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ, ഹബീബില്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് സ്വഹാബിമാർ യുദ്ധക്കളം വിട്ടുപോകണം. ആ ഒരു ലക്ഷ്യത്തിന് കിംവദന്തിയും പച്ചനുണയും പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിജയം നേടാൻ ശ്രമിച്ച നേരം ഹബീബാ നബിയുടെ ചുറ്റുഭാഗത്തു നിന്നും സ്വഹാബിമാർ ചിന്നിച്ചിതറി ഓടുന്ന നേരം നുസൈബ ബീവി റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ പുണ്യനബി പറയട്ടെ, ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോൾ എന്റെ മുമ്പിലോ പിറകിലോ സൈഡിലോ എനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ നസീബ ബീവിയെ ഞാൻ കണ്ടിരുന്നു ഉഹദിലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ, അവരിലെ മുറിവ് പറ്റിയവരെ ചികിത്സിക്കാൻ, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ. അങ്ങനെ ഹബീബിന്റെ കൂടെ 7ഓളം യുദ്ധങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ വരെ സംബന്ധിച്ച ഒരു ഹെൽപ്പറാണ്, സഹായിയായിരുന്നു നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹാ. അവരുടെ പ്രിയപ്പെട്ട മകൻ ആ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുറിവ് പറ്റിയ മോനാണ് അവരുടെ മോന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്സിബ് ജർഹക്,
മോനെ മോനെ നിന്റെ മുറിവ് ചോര ഒലിക്കുന്നുണ്ട്, നീ മുറിവൊന്ന് കെട്ടേണമേ, ഒരു തുണിയെടുത്ത് നിന്റെ മുറിവൊന്ന് കെട്ട്. അപ്പോഴാണ് ഉമ്മ കാണുന്നത്. ഉമ്മ ഓടി വന്ന് ആ മോന്റെ മുറിവിൽ തുണി വെച്ചു കൊടുത്ത് തന്റെ മകന്റെ മുറിവ് പോലും വെച്ചു കെട്ടിക്കൊടുത്തത് ഈ ഉമ്മയാണ്. നസീബ ബിൻതു കഅബ് അൽ-മാസിനിയ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് പറഞ്ഞു, ഖാതിൽ അദാ അല്ലാഹി ഫീ സബീലില്ലാഹ്. മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അവിടെ മിണ്ടാതെ പോയി ഇരുന്നോ, ഇനി അനങ്ങണ്ട എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണവർ, അല്ലാഹുവിന്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരാണവർ. മോനെ നിന്റെ കരുത്ത് ഹബീബിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ്, അതുകൊണ്ട് മുറിവ് ഞാൻ കെട്ടിത്തന്നു, ഓടിച്ചെല്ലേ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്നെ തന്റെ മകനെ തിരിച്ചുവിട്ട ധീരയായ ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, നമ്മുടെ മക്കള് അറബി കോളേജിലെ ദർസിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോ അവിടെ ഭക്ഷണം ശരിയായിക്കൊള്ളുന്നില്ല, സ്വാഭാവികമല്ലേ. വീട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഉറപ്പാണ്. വസ്ത്രങ്ങൾ അലക്കാൻ അവര് തന്നെ ചെയ്യേണ്ടി വരും. ഉറക്കം ശരിയാവണമെന്നില്ല, ശരീരം മെലിഞ്ഞു പോയേക്കും. അങ്ങനെ വീട്ടിലേക്ക് മാസ ലീവില് കടന്നു വരുമ്പോ ഉമ്മമാർക്കൊരു സങ്കടം പൊട്ടാനുണ്ട്. എൻ്റെ മോന്റെ ചേല് കാണാൻ വയ്യ, എൻ്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. ശരി തന്നെയാണ്, പഠിക്കുന്ന കാലം അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും ജീവൻ നിൽക്കാനുള്ള ഭക്ഷണമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമായൊരു പോഷണമോ ഒരു 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 പച്ചക്കറിയുടെ വെള്ളം നീട്ടൊരു കറിയും കുറച്ച് ചോറും ഇത് നിന്നിട്ടാണ് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചു കൂട്ടിയത്. ഇപ്പൊ ഒക്കെ മാഷാ അല്ലാഹ് നമ്മൾ ക്യാൻറ്റീനൊക്കെ ഉഷാറാണ് അല്ലേ, പട്ടിണി കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല. അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയും വരുന്നില്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നത് മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഇതിലും വലിയ കഷ്ടപ്പാടായിരുന്നു, ഞങ്ങൾ അത് കേട്ടിട്ടാണ് വളരുന്നത്. അവര് ഉണക്കറൊട്ടിയും മുതിരൊക്കെ തിന്നിട്ട് ജീവിച്ച കഥയാണ് നമ്മുടെ ഉസ്താദന്മാർ പറയുക. അപ്പൊ ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ഭയങ്കര സ്വർഗത്തിലാണല്ലോ. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ പഠിച്ചവനെ നമ്മുടെ കാലം കഷ്ടക്കാലായിരുന്നു. അത് സ്വാഭാവികമാണ്. ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മെലിഞ്ഞുണങ്ങി വരുമ്പോ നമുക്കൊരു നേരം തോന്നിപ്പോകും ഇനി വിടണ്ട എന്ന്, ഇനി പോവണ്ട എന്ന്. നമ്മുടെ മകന്റെ ശരീരമേ മെലിഞ്ഞിട്ടുള്ളൂ, ആത്മാവിന് ഉണർവാണെന്ന് മനസ്സിലാക്കാൻ മറന്നു പോവരുത്. അവരുടെ ചിന്തകളിൽ അവരുടെ ബ്രെയിനിൽ കിതാബും സുന്നത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും അവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. അഥവാ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആലിമീങ്ങളെ കാണുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. എത്ര ലേറ്റായി ഉറങ്ങിയാലും സുബഹിക്ക് എണീക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ മക്കള് ഇൽമിന്റെ വഴിയിലാണ്. അതുകൊണ്ട് വരുന്ന മക്കൾക്ക് വരുന്ന ക്ഷീണം സാരമില്ല, അവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഒരൽപ്പമെങ്കിലും മനസ്സിന് കരുത്ത് വേണം എന്ന് സൂചിപ്പിക്കുകയാണ് ചില ഉമ്മമാരെങ്കിലും. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മോനെ പറഞ്ഞയക്കുന്നില്ല, എന്തേ കാണാൻ വയ്യ. നസീബ ബിൻതു കഅബിൽ മാസിനിയ സ്വന്തം മകന്റെ കാലിന് ആഴമേറിയ മുറിവുണ്ടായപ്പോ മഹദി റളിയല്ലാഹു അൻഹു ഓടി വന്ന മകന്റെ കാലിൽ തുണി കൊണ്ട് ചുറ്റിക്കൊടുത്തിട്ട്, മോനെ ഇനി യുദ്ധത്തിന് പോവണ്ട എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ വിളിക്കുന്നത്, ഹബീബിനെയാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്, ലോകത്തിന്റെ ഗുരുവിനെയാണ് അവരെ കൊല്ലാൻ വന്നത്. അതുകൊണ്ട് മോനെ തിരിച്ചു പോ, ഹബീബിന്റെ കൂടെ ചെല്ല് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഉഹദിലേക്ക് തന്റെ മകനെ തിരിച്ചു പറഞ്ഞയച്ച ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. നമ്മൾ കോളേജിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ദർസിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക്. ആ ഉമ്മ ഇങ്ങനെ മകനോട് ചെയ്തുവെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളും ഒരു കടപ്പാട് വേണ്ടേ? അത്രയൊന്നും നമ്മളോട് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ ഇന്ന്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമല്ലല്ലോ ഇത്. നമുക്ക് നമ്മുടെ മക്കൾ ഇൽമ പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പറഞ്ഞേക്കാൻ സാധിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ, അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. മഹദിയായ നസീബ ബിൻതു റളിയല്ലാഹു അൻഹ ഖാതിൽ അദാ അല്ലാഹി ഫീ സബീലില്ലാഹ്. തന്റെ മകനെ അമ്പെയ്ത് കാലിൽ മുറിവ് പറ്റിയ ആളെ നസീബ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഇങ്ങനെ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. മകന്റെ കാലിലൊരു അമ്പ് ഒന്ന് തറച്ചതാണ്. ആലോചിക്കൊരു മുട്ടുസൂചി കുത്തിയ എന്തായിരിക്കും അവസ്ഥ? മുട്ടുസൂചി, ഞാൻ പറയും വിരലിൻ്റെ ഒക്കെ സൈഡെടുത്ത് ആ ഒരു തൊലി അങ്ങ് പൊലിഞ്ഞു പോകുന്നത്. ഞാൻ അങ്ങനെ പടച്ചോനെ
അതെന്തൊരു വേദനയാണ്. നഖമൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറി കട്ട് ചെയ്തു പോയ എന്തൊരവസ്ഥയാണ്. ഇത് കാലിലും നെഞ്ചിലൊക്കെ വന്ന് അമ്പും വില്ലൊക്കെ വന്ന് തറക്കുക. ഇരുമ്പാണത്, കുളത്തുണ്ടാവും. അത് എടുത്താൽ തന്നെ ഇറച്ചങ്ങ് പോരും. എന്തൊരു വേദനയായിരിക്കും. അനസ്തേഷ്യ ഉണ്ടോ എന്ന്, ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടോ, വല്ലതും ഡീപ്പ് ഹീറ്റ് സ്പ്രേ വല്ലതും അടിക്കാനുണ്ടോ, ഒന്നുമില്ല. അന്ന് വല്ല പച്ചമരുന്നും കെട്ടി കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഓടുമോനെ, തിരിച്ചു പോ, നീ പോയി വീട്ടിൽ പോയി ഇരിക്കുന്നല്ല പറഞ്ഞത്, തിരിച്ചു പോ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോ. എന്നിട്ട് തന്റെ മകനെ മുറിവ് വരുത്തിയ ആളെ തക്കം പാർത്തിരിക്കുകയായിരുന്നു നസീബ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ആ ഉമ്മ തന്റെ കയ്യിൽ ഊരിപ്പിടിച്ചുകൊണ്ടുള്ള വാളുകൊണ്ട് തന്റെ മകനെ വധിക്കാൻ വന്ന മനുഷ്യനെ വകവരുത്തിയിട്ടുണ്ട്. മഹദിയായ നസീബ റളിയല്ലാഹു അൻഹ അയാള് താഴെ വീഴുകയും ആ മനുഷ്യനെ വകവരുത്തുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഇസ്തഖത്തിയ ഉമ്മ അമാറ, ഉമ്മു അമാറ, നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ പ്രതികാരം ചെയ്തുവല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഫറക വഅഖറ ഐനകി മിൻ അദുവകി വഅറാക തഅറകി ബിഐനൈകി. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. നിങ്ങളുടെ മകനെ മുറിവരുത്തിയ ആളെ കണ്ണിൽ കാണിച്ചു തരികയും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രതികാരമെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞുവല്ലോ. അവിടെയാണ് ഇബ്നു ഖംആ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വരുന്നത്. ഇബ്നു ഖംആ മുശ്രിക്കായ ആളായിരുന്നു. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി ഉഹദിൽ ഓടി വരുമ്പോ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബിന് സംരക്ഷണം കൊടുത്തത് സ്വഹാബികളിൽ മുതിർന്ന ആളുകളൊക്കെ ഛിന്നിച്ചിതറി കിടക്കുന്ന നേരം മഹദിയായ നസീബ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയാണ് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർത്തത്, ഇബ്നു ഖംആയെ തിരിച്ചോടിച്ചത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ബാറകല്ലാഹു അലൈക്കും അഹ്ല ബൈത്തിൽ മുഅ്മിനീൻ. സത്യവിശ്വാസിനികളുടെ വീട്, നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ആ മഹദിയുടെ ത്യാഗം കണ്ടുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലനാ. നബിയേ, ഞാൻ ഈ സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഇവിടെ ഓടുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്. ഉദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരായി ഉമ്മു അമാറയെയും ഉമ്മു അമാറയുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ തരയണമേ എന്ന് ഉഹദിന്റെ യുദ്ധത്തിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, പള്ളിയിൽ മദ്രസയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ അബ്ശിറു അബ്ശിർന, സന്തോഷിച്ചോളൂ. അവർക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, ദർസിന് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി എത്രയോ വീടുകളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒരു മുതഅല്ലിമിന് സ്വന്തം മക്കളെ കാണുന്ന പോലെ കണ്ട് വളർത്തിയ എത്രയോ വീടുകൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ താലോലിച്ചു വളർത്ത മുതഅല്ലിമീങ്ങൾ, എത്രയോ പണ്ഡിതന്മാരായി മാറിയത് എത്രയോ വീടുകളിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണ്. നിങ്ങൾക്ക് ദീനിന് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ സേവനമാണത് എന്ന് മറക്കാതിരിക്കുക. ആ നന്മയെ മുൻനിർത്തി പോലും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഭക്ഷണം നൽകിയ ആ ഒരു നന്മയെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, റബ്ബേ എൻ്റെ മക്കൾക്ക് ശിഫ കൊടുക്കണേ, കടങ്ങൾ വീട്ടിത്തരണേ, സമാധാനം തരണേ. അല്ലാഹുവിനോട് നിങ്ങൾക്ക് തവസ്സുല് ചെയ്ത് ദുആ ഇറക്കാൻ പറ്റുന്ന അമലാണത്, വലിയ നന്മയാണത്. അതൊന്നും ചെറുതായി കാണരുത്. അതുകൊണ്ട് തന്നെ അത്തരം വീടുകളിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഉന്നതകളിലേക്ക് എത്തിയിട്ട് ഒരിക്കലും മറന്നു പോവല്ലേ. ഉസ്താദുമാരോട്, മുതഅല്ലിമീങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അന്നം തന്ന, വെളിച്ചം തന്ന, വസ്ത്രം വാങ്ങിച്ചു തന്ന, സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് താലോലം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവരെ മറന്നു പോവരുതേ. അവർ തന്ന ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ്, അവർ കുടിച്ച ചായയും വെള്ളവും അത് നിങ്ങളുടെ ഊർജമായി മാറി, ശരീരമായി മാറി
നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ ഒരു ഓഹരി ആ വീട്ടുകാർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാത്മീയ ബന്ധം അവിടെ തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ നന്മകൾ ചെറുതായി കാണരുത്. ലാ തഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ചെയ്യുന്ന ഒരു നന്മയും ചെറുതാണ് എന്ന് വിചാരിക്കരുത്. ചില ആളുകൾ പറയുന്നത് പൈസ എന്താ വെച്ചാൽ കൊടുക്കാം, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ലേ, സാധിക്കും. മുതിർന്ന ആണുങ്ങളും പുരുഷന്മാരൊക്കെ ഉള്ള വീടാണ്. ആ ഒരു നേരം നമ്മൾ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന് കൂലി നമുക്ക് കിട്ടൂലേ. പിന്നെ ചിലർ പറയും ഉസ്താദിന് ഇപ്പൊ എന്നും നല്ല ഭക്ഷണമാണല്ലോ, അതിന് അസൂയൊക്കെ ഉണ്ട്. അതായിരിക്കും ഫദലുല്ലാഹി യുതീഹി മൻ യശാ. ഏതായാലും മര്യാദക്ക് നല്ല ശമ്പളം കൊടുക്കണില്ല, നല്ല ചോറല്ലേ അവർ കഴിക്കുന്നുള്ളൂ. അതിന് കണ്ണു പൊള്ളിക്കല്ലേ, അത് കഴിച്ചോട്ടെ, കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലരൊക്കെ പറയും അവർക്ക് അങ്ങനെയല്ല, ഉഷാറില്ല ഭക്ഷണം. ആയിക്കോട്ടെ, ദാലിക ഫദലുല്ലാഹി യുതീഹി മൻ യശാ. അള്ളാഹു അങ്ങനെ ഒരു ഔദാര്യം കൊടുക്കുകയാണെങ്കിൽ എന്തിനു നമ്മൾ അസൂയപ്പെടണം? അവർ ദീനല്ലേ പഠിപ്പിക്കണം, ഇൽമല്ലേ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്കൊരു ഖിദ്മത്ത് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. അത് വേറെ തന്നെയാണ്. ഒരു 10 രൂപ, ഒരു 50, 100, 200 ഞാൻ തരാം, ചായയും ചോറൊന്നും എനിക്ക് തരാൻ പറ്റൂല എന്ന് കഴിയുന്ന ഒരാൾ പറയരുത്. കഴിയുന്നവർ, നാട്ടിലെ സിസ്റ്റം മഹൽ അങ്ങനെയാ തീരുമാനിച്ചത്. ഓരോ മുതഅല്ലിമിന് ഒരു വീട്ടുകാരെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഏറ്റെടുക്കണം. പെട്ടെന്നത് തീരണം. പിന്നെ ആളുകൾ എനിക്ക് കുട്ടീനെ കിട്ടിയില്ലല്ലോ എന്നാ പറയേണ്ടത്, എന്നല്ല എനിക്ക് വേണ്ട എന്നല്ല പറയേണ്ടത്. അതൊരു ബറക്കത്താണ്. ഒന്നുമില്ല, അവർ ദീൻ പഠിക്കുന്നവരല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കൂലേ, അല്ലാഹുമ്മ തുഇമ്മന തുഅമന വസ്കിമൻ സഖാന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, ഞങ്ങൾക്ക് തിന്നാൻ തന്നവർക്ക് നീ സ്വർഗ്ഗത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കണേ. ഇതാ ദ്വാരക്ക. അത് മാത്രം പോരെ നമുക്ക്? നാളെ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാക്കണേ. ഒരു മുതഅല്ലിമിന്റെയും ഒരു ഉസ്താദിന്റെയും ഒരു തങ്ങ സയ്യിദിന്റെയും ഒരു നല്ല മനുഷ്യന്റെയും നാവ് കൊണ്ടൊരു പ്രാർത്ഥന കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യമല്ലേ. അല്ലാഹു നമ്മൾ ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബന്ധുവാണ്. ഹബീബിന്റെ ഒരു വകയിലുള്ള അമ്മായിയാണ്. അതുകൊണ്ട് നബി തങ്ങൾ അവരുടെ വീട്ടിൽ പോയി വിശ്രമിക്കാറുണ്ട്. കുടുംബ ബന്ധമുണ്ട് അവിടെ. അതിന്റെ പേരില്ല, വെറും ഒരു സ്ത്രീയല്ല. നബി തങ്ങളുടെ ഒരു അമ്മായിയുടെ അമ്മായിയാണിത്. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. വകാന യഖീലു ഇൻദഹാ. ഹദീസിൽ നബി തങ്ങൾ അവിടെ ചെന്ന് ഉച്ചയ്ക്ക് വിശ്രമിക്കാറുണ്ടായിരുന്നു. ഉച്ചനേരത്തെ ഒരു ചെറിയൊരു ഉറക്കമുണ്ട്. രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവർക്ക് ളുഹറിന്റെ മുമ്പാണ് ആ ഉറക്കം, കുറഞ്ഞ നേരത്തേക്ക്. പുണ്യനബി അങ്ങനെ ഉറങ്ങാറുണ്ട് ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അങ്ങനെ ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ അവിടെ ഉറങ്ങുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്ത് നബി തങ്ങൾ ചിരിക്കുകയാണ്. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. തങ്ങൾ സ്വപ്നം കണ്ടു. റുഅയൽ അംബിയാഇ വഹ്യുൻ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹ്യാണ്. അത് സ്വപ്ന ദർശനം മാത്രം, അത് വെറും ഒരു സ്വപ്നമല്ല, അത് ദിവ്യ ദർശനമാണ്, ദിവ്യബോധനമാണ്. ഇറ്റ്സ് എ റിവലേഷൻ. അള്ളാഹു നൽകുന്ന ഇൻസ്പിറേഷൻ ആണത്. അതുകൊണ്ട് നബി തങ്ങളുടെ വഹ്യാണ് ആ കാണുന്നത്. തങ്ങൾ പുഞ്ചിരിക്കുന്നു. ഫഖാലത്ത്, കറക്റ്റ് 2 മണിക്കൂറായിട്ടോ, ഒരു 10-15 മിനിറ്റ് കൂടെ പോരെ അല്ലേ? മതി അല്ലേ? മതി. പെട്ടെന്ന് സമയം പോണത്. പൊയിലൂർ എന്താ സമയം ഭയങ്കര സ്പീഡിലാണ് പോണത്. 9 മണിക്കല്ലേ തുടങ്ങിയത് അല്ലേ? 11 മണിയല്ലേ? നിന്റെ വാച്ച് തെറ്റാണോ? കറക്റ്റ് അല്ലേ? അൽഹംദുലില്ലാഹ്, അത് മതി. തീർന്നാവുന്ന പോകായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. ഇത് എപ്പോഴാ തീരെ? അങ്ങനെ തീരും, പെട്ടെന്ന് തീരും ഇൻഷാ അല്ലാഹ്. മടുപ്പിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് ഭക്ഷണം. അങ്ങനെ കുറേ കഴിക്കരുത്, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ട് ആ പൂതി തീരാതെ എഴുന്നേൽക്കണം. മറ്റേതങ്ങ് മടുത്തങ്ങ് വേപ്പൊക്കെ ഇട്ടിട്ട് എണീറ്റ് വന്ന ആ ഭക്ഷണത്തിന്റെ രുചി തന്നെ അങ്ങ് മറന്നുപോകും ആ സെക്കൻഡിൽ തന്നെ. അത് ആ രുചി അങ്ങ് തീർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിർത്തണം. അങ്ങനെയാണ്. പണ്ടൊക്കെ അമ്മായിമാർ തീറ്റയ്ക്ക് തന്നെ, കണ്ണൂരത്തെ പുതിയ പിള്ളേർ പറയും വേണ്ട, തീറ്റയ്ക്ക് തന്നെ ടയറൊക്കെ 4-5 ടയറൊക്കെ ഇട്ടുകൊടുത്താൽ എന്ത് ചെയ്യും? പിന്നെ എണീറ്റ് നടക്കാൻ പറ്റുമോ? സ്നേഹം കൂടുതലാണ്. പക്ഷെ അത് ശരിക്കും നശിപ്പിക്കലാണ്, ശരീരം നശിപ്പിക്കലാണിത്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുക, ചോറൊക്കെ കണ്ട് കൊട്ടി കൊടുക്കുക ചെയ്യുക. അപ്പോഴേ അമ്മായിമാർക്കൊരു സന്തോഷമാവുള്ളൂ. എൻ്റെ മരവും തിന്നിട്ടില്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ചോറ് മുഴുവൻ കുത്തി നിറച്ചു കൊടുത്താൽ എന്താ അവസ്ഥ എന്നറിയോ? ഒന്ന് ദഹനം നടക്കൂല, കൊളസ്ട്രോൾ വരും, ഹൈ പ്രഷർ വരും, ഷുഗർ വരും, എന്തൊക്കെ അസുഖങ്ങൾ വരും. മാന്യമായിട്ട് കുറച്ചേ കഴിക്കുക, ഇഷ്ടമുള്ളവരെടുത്ത് കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ പറയും ഉമ്മാക്ക് അത് ഇഷ്ടമല്ല, ഉമ്മാൻ്റെ രീതി അല്ല, വാപ്പാൻ്റെ രീതി അതല്ല, അതങ്ങ് ഇട്ടുകൊടുത്ത് തീറ്റിപ്പിക്കലാണ്. ഉണ്ടാക്കി വെച്ചത് മുഴുവൻ കഴിപ്പിച്ചാലേ സന്തോഷമാവുള്ളൂ. അങ്ങനെയൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യം. അന്ന് പട്ടിണി കിടക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പട്ടിണിയാണ്. അപ്പോൾ മര്യാദക്ക് ഭക്ഷണം കിട്ടൂല. അപ്പോൾ അമ്മായിമാരുടെ അടുത്തൊക്കെ ഭക്ഷണം കിട്ടും, അതങ്ങ് നന്നായി വയറ് നിറച്ച് തിന്നോട്ടെ, പിന്നെ പട്ടിണി. ഇന്ന് അങ്ങനെയാണോ? പണ്ട് പട്ടിണി കാലത്ത് പ്രസവിച്ച പെണ്ണിന് തേനും നെയ്യും ആട്ടർച്ചൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് ഡെയിലി ബിരിയാണി തിന്നുന്ന പെണ്ണിന് എന്തിനാ അത് കൊടുത്താൽ ശരീരം കേടെടുത്തുന്നത്?
ഗർഭം ഒരു അസുഖമൊന്നല്ലല്ലോ, അത് അസുഖമല്ലല്ലോ. പണ്ട് പട്ടിണിയുള്ള വറുതിയുടെ കാലത്ത് അന്ന് നെയ്യും മെഴുക്കൊക്കെ കൊടുത്തിരുന്നു തടി ഉഷാറാക്കാൻ. ഇന്ന് നല്ല ഭക്ഷണമല്ലേ ഡെയിലി കഴിക്കണത്? എന്തിനാ പെണ്ണിന്റെ ആർട്ടറിയും അതിന്റെ ഹാർട്ടൊക്കെ ബ്ലോക്ക് ആക്കണ വല്ല കാര്യമുണ്ടോ? ഈ ഭക്ഷണം കുത്തി നിറച്ച് കൊടുത്തിട്ട് ഫാറ്റ് കഴിച്ചിട്ട് നെയ്യും അതും കൊടുത്തിട്ട് ഒരാവശ്യമല്ല. അത്യാവശ്യമായ ന്യൂട്രീഷൻ അവർക്ക് കിട്ടണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ പണ്ട് കൊടുത്തിരുന്ന പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ നിർത്തിയൊക്കെ മാറ്റാൻ സമയമായി. ആ വറുതിയുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അള്ളാഹു വലിയ നിഅമത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ലയോ? അത് അപ്പോ പറഞ്ഞു വന്നത് മടുപ്പിക്കണ്ട പറഞ്ഞതായിരുന്നു. റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മത്തി. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിക്കുകയാണ്, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് നബിയെ? തങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോഴേ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പൊ ബീവിക്ക് അതറിയാൻ താല്പര്യമായി. തങ്ങൾ പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മത്തി യഗ്സൂന زبد البحر يركبون البحر جهادا في سبيل الله. തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല, കടലിൽ നബി തങ്ങൾ യാത്ര ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വപ്നം കാണുകയാണ്. റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മത്തി. ഉമ്മു ഹറാം ബീവി, എൻ്റെ അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ കടലിന്റെ തിരമാലകളിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു. കൗച്ചുകളിൽ ചാരിയിരുന്നിട്ട്, സോഫയിലൊക്കെ ചെറിയ കൗച്ചുകളില്ല നമ്മുടെ മജ്ലിസിലൊക്കെ ഇരിക്കുന്ന സാധനം, അതിൽ കൈകുത്തിയിരുന്നിട്ട് കൽമുലൂക്ക്, രാജാക്കന്മാരെ പോലെ ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് യാത്ര ചെയ്യുന്ന കപ്പലിൽ പോകുന്ന ചില ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു തന്നു. നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു. അതുവരെ കപ്പൽ കയറിയിട്ട് ആരും പോയിട്ടില്ല, ധർമ്മസമരത്തിന് പോയിട്ടില്ല. യാ റസൂലല്ലാഹ്, ഇത് കേൾക്കുമ്പോ മഹദി പറയുന്ന വാക്ക് എന്താണെന്നറിയോ? നോക്കണേ. നമ്മളിപ്പോ ഭർത്താവ് ഉറങ്ങി എണീറ്റ്, ഉദാഹരണം പറയാ, എണീറ്റപ്പോൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഗൾഫിക്ക് പോണത് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും കൂട്ടണേട്ടാ എന്ന് ഭാര്യ പറഞ്ഞേക്കാം. ഇത് യുദ്ധം ചെയ്യാൻ പോകുന്ന കഥയെ പറയണത്. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ചോര ചിന്തുന്ന പരിപാടിയാണ്. അവിടെ മരണമായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വിജയം, രണ്ടാലൊന്നും ഉറപ്പാണ്. ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ നകൂന മഅഹും. നബിയേ, ആ സംഘത്തോടുകൂടെ യാത്ര ചെയ്ത് ദീനിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. അവരുടെ കൂടെ എന്നെയും അനുവദിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ഇരക്കണേ നബിയേ എന്ന് ഹബീബിനോട് ചോദിച്ച ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ഒരു നല്ല കാര്യം, ഒരു ഉംറക്ക് പോവാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒന്ന് പറയാം, ഉമ്മ ഉപ്പ എന്നാ ഞാനും പൊയ്ക്കോട്ടെ, സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. ചിലവർ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വല്ല ലണ്ടനിലും പോട്ടെ, അല്ലെങ്കിൽ ഞാൻ വല്ല യൂറോപ്പിലേക്ക് ഒന്ന് പോയിക്കോളാം. അതല്ല പറയേണ്ടത്. അള്ളാഹുവിൻ്റെ രണ്ട് ഹറമൈനുകൾ മക്കയും മദീനയും അത് ജീവിതത്തിൽ എത്ര തവണ കാണാൻ സാധിക്കുമോ അത്രയും തവണ എത്തണമെന്നാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം. അതും ഹദീഥാണ്. സൗകര്യം ഉണ്ടെങ്കിൽ നാട്ടില് ആളുകൾ പട്ടിണിക്കിട്ടിട്ട് പോകണമെന്നല്ല, നാട്ടിലൊക്കെ റാഹത്താണ്, അയൽപക്കങ്ങളിൽ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഉംറയുടെ പൈസ കൊണ്ട് അയൽപക്കത്തൊരു ദാരിദ്ര്യം തീർക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സുന്നത്തായ ഉംറയെക്കാളും പുണ്യം ആ പാവപ്പെട്ടവർക്ക് നമ്മുടെ പൈസ കൊടുത്ത് ദാരിദ്ര്യം തീർക്കലാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ വലിയൊരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ആവർത്തിക്കല്ല. പക്ഷേ താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്യുന്നതും ഒരു പുണ്യമാണ്. അപ്പോ ഒരു പുണ്യസ്ഥലത്തേക്ക് പോവാൻ ഞാനും കൂടെ വരുന്നു. ഒരു സിയാറത്തിന് പോവുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ അബ്ദുകൾ, ശുഹദാകൾ, മഹാന്മാർ, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മള് കാക്കോട് കാക്ക ഞാനും പോരട്ടെ, അനുജന് ചോദിക്കാം, അല്ലേ? മക്കൾക്ക് ചോദിക്കാം, വാപ്പയോട് വാപ്പ ഞാനും പോരട്ടെ. അതൊരു നന്മയാ. ഒരു നന്മയുടെ അവസരം വന്നാൽ ഞാനും അത് ചെയ്യട്ടെ, എനിക്കും അത് വേണം എന്നൊരാഗ്രഹം മനസ്സിൽ വരണം. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി ഒരു പെണ്ണാണ്. കപ്പലിൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും. കടലിലൊക്കെ യാത്ര ചെയ്യാൻ വലിയ പൂതിയായിരിക്കും. അതൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തീരുവ പൂതി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരമാലകൾ ഇട്ടടിക്കലായിരിക്കും. പിന്നെ വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പോലും റൈറ്റും ലെഫ്റ്റും എവിടെയാ കിഴക്ക് പടിഞ്ഞാറ് തിരിയാത്ത വിധം വെള്ളത്തിന്റെ നടുവിലെത്തിയിട്ട് എന്ത് കാണാനാണ്? അതുകൊണ്ട് കടലിലെ യാത്ര എന്ന് പറയുന്നത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. സ്വഹാബിമാർ ആദ്യത്തെ ഹിജ്റ ചെയ്തത് എത്യോപ്യയിലേക്കാണ്. 2 ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് 2 തവണ പോയിട്ടുണ്ട്.
ആദ്യത്തെ ഹിജ്റ പോയി 3 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു, വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ പിന്നെ അവർ മദീനത്തേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അവര് എത്യോപ്യയിലേക്ക് പോയ ആ ഒരു യാത്രയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹാബികൾക്ക് അന്ന് കടൽ കടന്ന് പരിചയമില്ല. കടൽ യാത്ര ദുസ്സഹമാണ്, പ്രയാസമാണ്. ബീവി ചോദിച്ചു, നബിയെ അവരുടെ കൂടെ എനിക്ക് പോവണം. വീണ്ടും നബിതങ്ങൾ വേറൊരു ദിവസം നബിതങ്ങൾ വീണ്ടും കടന്നു, അന്നത്തെ ദിവസം തന്നെ. എന്നിട്ട് നബിതങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവിടുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് എഴുന്നേൽക്കുന്നതും കാത്തു കിടക്കുകയാണ്. അപ്പൊ അത് കണ്ടു, തങ്ങളെ നോക്കിക്കിടന്നിരിക്കുക. അതായതിന്റെ അർത്ഥം. തങ്ങൾ എഴുന്നേൽക്കുമ്പോ ആ ചിരി കാണണമെങ്കിൽ തങ്ങളുടെ അടുത്ത് വേണ്ടേ? ഹബീബായ നബി തങ്ങൾ പകലിലാണ് കടന്നത്, ഉച്ചയ്ക്ക് ഒരു വിശ്രമ ഉറക്കത്തിന് വന്നതാണ്. ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് ചിരിക്കാൻ കാരണം? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ വേറെ ഒരു വിഭാഗം കപ്പലിൽ യാത്ര ചെയ്ത് രാജാക്കന്മാരെ പോലെ ദീനിന്റെ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പോകുന്നത് ഞാൻ കണ്ടു ഉമ്മു ഹറാം. അപ്പൊ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അതിൽ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ബീവി നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ്, 2-ാമത്തതിൽ നിങ്ങൾ ഉണ്ടാവൂല. അതൊരു പ്രവചനമായിരുന്നു. ഈ യുദ്ധം നടക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണം ഖിലാഫത്തുർ റാഷിദ തങ്ങൾ വഫാത്തായി 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കപ്പൽ കയറി യാത്ര പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖുബ്റുസിലേക്ക്, സൈപ്രസിലേക്ക്. ആ യാത്രയിൽ ഉമ്മു ഹറാം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ, കപ്പലിറങ്ങി തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് മഹദി റളിയല്ലാഹു അൻഹു വരുമ്പോ ഒട്ടകപ്പുറത്ത് വീണിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2-ാമത്തെ സംഘത്തിൽ പോകുമ്പോ ബീവി ജീവിച്ചിരിപ്പില്ല. തങ്ങൾ അന്ന് പറഞ്ഞു, ഉമ്മു ഹറാമേ നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ് ഉണ്ടാവുക, 2-ാമത്തതിൽ ബീവി ഉണ്ടായിട്ടില്ല റളിയല്ലാഹു അൻഹ. പക്ഷെ നമ്മൾ പറയുന്നത് അന്നത്തെ സഹോദരിമാർ, അന്നത്തെ പെണ്ണുങ്ങൾ, അന്നത്തെ ഉമ്മമാർ, അവരുടെയൊക്കെ ത്യാഗ മനസ്ഥിതിയും സന്നദ്ധതയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വലിയ ത്യാഗങ്ങൾ ദീനിന് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് അത്ഭുതം, ഇതാണ് ജീവിതത്തിന്റെ വിജയം. നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ്, അത്ഭുതകരമാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷദായകമാണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഖുർആൻ പഠനങ്ങളും സ്വലാത്ത് ഗ്രൂപ്പുകളും ഖുർആൻ ഓതുന്ന ഖതമുൽ ഖുർആൻ തീർക്കുന്ന ഗ്രൂപ്പുകളും വഅദ് കേൾക്കുന്ന ഗ്രൂപ്പുകളും ഒക്കെയായി സഹോദരിമാർ ദീനിന്റെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂടെയുള്ള ആളുകളെ ആ ഒരു നന്മയിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങൾ ഓരോരുത്തർക്കും അവരവരെ കൊണ്ട് കഴിയുന്ന വിധം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായിരുന്നു ഹിജ്റ നടക്കുന്ന സമയം. തങ്ങൾ ഹിജ്റ പോകുന്നത് സ്വഹാബിമാർ മുഴുവനും മദീനയിലെത്തിയതിന് ശേഷമാണ്. പുണ്യനിബിതങ്ങളും സിദ്ദീഖ് എന്നവരും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മദീന നോർത്തിലേക്കാണ്, വടക്കിലേക്കാണ്, അങ്ങോട്ട് പോകാതെ നേരെ തെക്കിലേക്ക് യാത്ര പോയിട്ടാണ് സൗർ ഗുഹയിൽ അവർ താമസിക്കുന്നത് 3 ദിവസം. നോക്കണേ, പൂർണ്ണ ഗർഭിണിയായ അസ്മാ ബീവിയാണ് ഹബീബായ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. അസ്മാ ബീവി ഒരു ദിവസം ഈ സൗർ ഗുഹ, ആ മല കയറിയ ആളുകൾക്കറിയാം എത്ര പ്രയാസമാണ് ആ മല കയറാനെന്ന്. ഇന്ന് അവിടെ കുറെ പാകിസ്ഥാനികളൊക്കെ കൂടിയിട്ട് കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഹിറാ ഗുഹ എന്ന ബുദ്ധിമുട്ടാണ്, അതിലേറെ പ്രയാസമാണ് സൗർ. ആ സൗർ ഗുഹയിലേക്ക് ആരുമറിയാതെ മഹദി റളിയല്ലാഹു അൻഹ രാത്രിയിൽ പാറയും പൊത്തിപ്പിടിച്ച് അന്ന് 7 മാസമോ 8 മാസമോ ഗർഭിണിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായ മഹദി 3 ദിവസം ആ മലയിൽ ഉപ്പാക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ട്. ബീവിക്കൊരു സ്ഥാനപ്പേരുണ്ട്, ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമയായ മഹദി എന്നാണ് ഇതിനർത്ഥം. ഭക്ഷണം കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് ഒന്നുമില്ല, കാരിയർ ഇല്ല. മഹദി റളിയല്ലാഹു അൻഹു കയറും കിട്ടിയില്ല ഈ ഭക്ഷണം ഒന്ന് കെട്ടിവെക്കാൻ. അങ്ങനെ അര വസ്ത്രം ധരിക്കുന്ന മഹദിയുടെ ഒരു തോലിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് 2 പാതിയായി മഹദി ചീന്തിയെടുത്തു. എന്നിട്ട് ഒരു കയറുകൊണ്ട് വസ്ത്രം കെട്ടി, മറ്റേ കയറുകൊണ്ട് ഭക്ഷണവും കെട്ടി. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നബി തങ്ങൾ കാണുന്നത്
അരമുണ്ടെടുത്ത ആ ബെൽറ്റിന്റെ ഒരു കഷ്ണം പാത്രം കെട്ടിയതാണ്. തങ്ങൾ പറഞ്ഞു, അസ്മാ അൻതി ദാത്തുൻ നിതാഖൈൻ, നിങ്ങളുടെ പേരിന് 2 ബെൽറ്റിന്റെ ഉടമയെന്നാണ് എന്ന് മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ പേര് വെച്ചു കൊടുത്തു. ദാത്തുൻ നിതാഖൈൻ അസ്മാ റളിയല്ലാഹു അൻഹ 100 വയസ്സ് വരെ ജീവിച്ച മഹദിയാണ്. 100 വയസ്സ് വരെ ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി നടന്നൊരു സംഭാഷണമുണ്ട്. അവസാന കാലം മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ കൊല ചെയ്ത ഒരു കാലം, മഹാനവർ ഷഹീദായ ഒരു കാലത്ത് വളരെ മനോഹരമായൊരു സംഭാഷണം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തുകളിൽ കാണാൻ കഴിയും. ഭയങ്കര ധീരയായ മഹദിയാണ്, ആത്മധൈര്യമുള്ള മഹദിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, സിദ്ദീഖ് എന്നവരുടെ മോനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ. ആ മോൻ സിദ്ദീഖ് തങ്ങൾ ഒരു ടാസ്ക് കൊടുത്തു. ഹിജ്റ നടക്കുമ്പോൾ, മോനെ, ഞാനും റസൂലുള്ളാഹി തങ്ങളും ഇന്ന സ്ഥലത്തുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മക്കയിലെ വിവരങ്ങൾ നീ എത്തിച്ചു തരണം. അങ്ങനെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ജോലി കൊടുത്തിരുന്നു, ഒരു ടാസ്ക് കൊടുത്തിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ വാപ്പയുണ്ടെന്ന് അബൂ ഖുഹാഫ, കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ മദീനത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അപ്പൊ വാപ്പ വലിയൊരു പരാതി പറഞ്ഞു, എന്റെ മകൻ, നോക്കണേ, അവന്റെ ഒരു വിശ്വാസവും അവന്റെ ഒരു മതവും, അവൻ എന്നെയും ഇവിടെ ഒറ്റക്കാക്കി ഒരു പൈസയും ബാക്കി വെക്കാതെ അവൻ പോയല്ലേ എന്ന്. മൂപ്പർക്ക് പൈസയാ വേണ്ടത്. അങ്ങനെ പൈസ വെക്കുന്ന ഒരു മരത്തിന്റെ തുളയുണ്ടാക്കിയ ഒരു മരക്കഷ്ണമുണ്ട് വീട്ടില്. അന്നത്തെ പൈസ അതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അപ്പൊ അതിങ്ങനെ ഇളക്കിയാൽ അതിന് കോയിന്റെ സൗണ്ട് വരും. അങ്ങനെ അസ്മാ ബീവി വീട്ടിലുണ്ട്. വാപ്പയോട് ദേഷ്യം വരും, സ്വന്തം വല്യാപ്പാക്ക് എന്ന് പേടിച്ചിട്ട് അസ്മാ ബീവി അതിന്റെ അകത്തുള്ള മുഴുവൻ പൈസയും സിദ്ദീഖ് എന്നവർ കയ്യിലെടുത്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് യാത്രയിൽ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് അസ്മാ ബീവി കുറെ ചരൽക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉള്ളിലിട്ടു. എന്നിട്ട് വാപ്പ, എന്താ വാപ്പ പറഞ്ഞത്? വാപ്പ പറഞ്ഞു, മോളെ, നമുക്കൊരു പൈസ എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ലല്ലോ. വാപ്പ, പൈസ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതും കുലുക്കി കൊടുത്തു. ഓ, പൈസ വെച്ചിട്ടാ പോയതല്ലേ, എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സംഗതി കല്ലായിരുന്നു. പക്ഷെ വാപ്പയെ ചീത്ത പറയരുത് വല്യാപ്പ എന്ന് വിചാരിച്ച് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത പണിയാണത്. ആ ഒരു കുടുംബം ദീനിനു വേണ്ടി ചെയ്ത ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. വാപ്പയും ഉമ്മയും മക്കളും ആൺമക്കളും പെൺമക്കളും ഒക്കെ ദീനിന്റെ ഖാദിമീങ്ങളാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രം പറയുന്നത്. വാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി, ഭാര്യയായ ഹാജർ ബീവി, ഇവരുടെ മനോഹരമായൊരു കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലമാണ് ഉംറയും ഹജ്ജും മക്കയിലെ മശാഇറുകളും മുഴുവനും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹുവിനോർത്ത് ജീവിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. അല്ലാഹു റഹിമല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരു പുരുഷനെ റഹ്മത്ത് ചെയ്യട്ടെ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ആ രാത്രി നിസ്കാരത്തിന് തന്റെ ഭാര്യ എഴുന്നേൽക്കാൻ മടിച്ച ഉറക്കത്തിൽ കിടക്കുമ്പോ ഒരൽപ്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ച് അവളെയും നിസ്കാരത്തിലേക്ക് കൂട്ടുന്ന ഒരു ഭർത്താവിന് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. പിന്നെ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈലി തുസല്ലി, നിസ്കരിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റു. തന്റെ ഭർത്താവ് നിസ്കരിക്കാതെ അല്ലെങ്കിൽ എണീക്കാൻ പറ്റാതെ കിടക്കുമ്പോ ഒരൽപ്പം വെള്ളമെടുത്ത് മുഖത്ത് തെളിച്ച്, എന്നതും ബക്കറ്റ് കൊണ്ടേ കൊട്ടണമെന്നല്ല, മെല്ലച്ചിരി വെള്ളം എടുത്തിട്ട്, പിന്നെ അവിടെ അടിപിടിയൊക്കെ ഉണ്ടാവും. പിന്നെ ബക്കറ്റ് കൊണ്ട് വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കുക തലയിൽ എണീക്കാൻ വേണ്ടി, അങ്ങനെയൊന്നും ചെയ്യരുത്. മെല്ലെ ഒരൽപ്പം വെള്ളം സ്പ്രേ ചെയ്യാൻ. ഉറക്കം ഉണരാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വഴി അതാ, മുഖത്തേക്ക് വെള്ളം തെളിയുന്നത്. അത് അങ്ങനെ ചെയ്ത് തന്റെ ഭർത്താവിനെ കൊണ്ട് സുബഹിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കാൻ സഹായിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം എന്താ? അങ്ങനത്തെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ ആ വീടിലും അവരുടെ മക്കളിലും അവരുടെ ഏർപ്പാടുകളിലും മുഴുവനും റഹ്മത്താണ്. അതുകൊണ്ട് ചേർത്ത് പറയുകയാണ് അതിന്റെ കൂടെ, സ്വന്തം ഭാര്യ അങ്ങനെ നിങ്ങൾ എണീപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തും പിത്തും പറയേ, ദേഷ്യപ്പെടേ, സ്വലാക്ക് ചൊല്ലി ഒഴിവാക്കിയവരെ ചില ഭർത്താക്കന്മാർ ചെയ്യും. എന്നെ വിളിക്കേണ്ട നിസ്കരിക്കാനാണ് വിളിക്കേണ്ടത്. ഒരുപക്ഷെ നമുക്ക് ചില ഇബാദത്തിന് താല്പര്യം തോന്നാത്തൊരു കാലഘട്ടം ഉണ്ടാവും. പക്ഷേ അത് നന്മയാണ്. ചില മരുന്ന് കുടിക്കാൻ പറ്റൂല, കയ്പായിരിക്കും. പക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മളെ മൂക്കും വായൊക്കെ പിടിച്ച് വായിൽ സ്പൂണ് വരെ വെച്ചിട്ടൊക്കെ കുടിപ്പിക്കൂലേ? എന്തിന്? നമുക്കതിന്റെ ഗുണം അറിയില്ല, അവർക്കതറിയാം. എന്ന പോലെ ഈ നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആ സമയത്ത് ഭർത്താവിന് അറിയില്ല, അല്ലെങ്കിൽ ഭാര്യക്കറിയില്ല. അവള് ഫുള്ള് വാട്സപ്പും ഫേസ്ബുക്കും ആയിട്ട് കിടക്കുന്ന ആളാ. അവൾ എനിക്ക് സുബഹിന്ന് അവൾ കിട്ടുമെന്ന് അറിയില്ല, എന്നെ വിളിക്കേണ്ടെന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, ജീവിതത്തിന് സന്തോഷം ഉണ്ടാവും, നമ്മുടെ വീടുകളിൽ ആനന്ദമുണ്ടാകും. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിതത്തിനെ സന്തോഷമുള്ളൂ. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ,
അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുകയാണെങ്കിൽ പിശാചുക്കളെ അള്ളാഹു അവർക്ക് വേണ്ടി കൂടെ നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറാ قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവർക്ക് മനസ്സിന് സങ്കുചിതത്വം വരും, ഒരു പ്രയാസം വരും, ഒരു സുഖമില്ലായ്മ വരും, ഒരു സന്തോഷമില്ലായ്മ വരും. നിങ്ങൾ ഖുർആൻ ഓതി നോക്കൂ, ദിക്ർ ചൊല്ലി നോക്കൂ, 2 റക്അത്ത് സുന്നത്ത് ഏറെ നിസ്കരിച്ചു നോക്കൂ, സ്വലാത്തുകൾ ചൊല്ലി നോക്കൂ, ആനന്ദം തിരിച്ചു വരും. അള്ളാഹുവിനെ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിനെ ഞങ്ങളെ നല്ലവരാക്കി തീർക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും സന്തോഷം നൽകണമേ തമ്പുരാനെ. അള്ളാഹു ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിത്തരണമേ തമ്പുരാനെ. ഇവിടുത്തെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, ഇതിനുവേണ്ടി നാണയത്തുട്ടുകൾ സഹായം ചെയ്തവർ, അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മുഴുവൻ ആളുകളെയും അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങളോട് പൊറുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകണേ റബ്ബേ, റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ദാൽഹുദയിലെ ഗുരുനാഥനായിരുന്ന വെളിമുക്ക് ബാബ ഫൈലി സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹുവെ ഉസ്താദിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പിന്നെ ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ദാറുസ്സലാം കോളേജിലേക്ക് നിങ്ങളുടെ കാര്യമായൊരു സഹായം, നാളത്തെ ദുആ മജ്ലിസിന് വരുമ്പോൾ നിങ്ങളൊരു സഹായം കൊണ്ടുവരാൻ ഒരു എൻവലപ്പ് ഇവിടെ പെട്ടെന്ന് വിതരണം ചെയ്യാം. നമ്മുടെ വളണ്ടിയേഴ്സ് ഇവിടെ പെട്ടെന്ന് കൊടുത്തോട്ടെ. ഈ എൻവലപ്പ് നിങ്ങൾ വാങ്ങണേ. നിങ്ങളുടെ ദുആ വസിയത്ത് അതിൽ എഴുതുക. അതിൽ കാര്യമായൊരു സഹായവും നിങ്ങൾ ചെയ്യണം. നാളത്തെ ദുആഇന് ബഹുമാന്യരായ ചെറുമോത്ത് ഉസ്താദ് ബഷീർ ബാഖവി ഉസ്താദ് അവർ വരുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്നുകൂടെ ഓർപ്പിക്കണം. ദുആയിലേക്ക് പ്രവേശിക്കുകയാണതുകൊണ്ട് നമ്മുടെ വളണ്ടിയർമാർ ഇത് കൊണ്ടുതരും. നിങ്ങൾ പെട്ടെന്ന് ഇത് സ്വീകരിക്കുക, മറക്കാതെ നാളെ കൊണ്ടുവരണേ. അള്ളാഹു സഹായിക്കട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ദുആ വസിയത്തുകൾ ഈ സ്ഥാപനത്തിൽ ഉസ്താദുമാരെയും നമ്മളൊക്കെ ഏൽപ്പിച്ച ഒരുപാട് വസിയത്തുകളുണ്ട് റബ്ബേ. അതൊക്കെ നീ സ്വീകരിക്കണം. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ ഭർത്താവിന്, ഉപ്പാക്കും ഉമ്മാക്കും, ഇതിൻ്റെ ഒരു ഒന്ന് പറഞ്ഞോളൂ സാറേ. ചെറിയൊരു പരിപാടി. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന ചെലവിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ വാർഷിക പ്രഭാഷണത്തിൻ്റെ ചെലവിലേക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കവർ വിതരണം ചെയ്യുന്നത്. ആ കവർ ബഹുമാന്യനായ നിസാറുൽ ഉസ്താദ് അവർകൾ, CA കുഞ്ഞമ്മദ് ഹാജി, ഒന്നുകൂട്ടി വരാം, TT ഹസൈന ഹാജി എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാന്യരായ ഹാജിമാരെയും ഉസ്താദിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടുപേർക്കും ഓരോ കവർ കൊടുക്കല്ലേ? ദുആ ചെയ്യാനുള്ള വസിയത്തുകളുണ്ട്. സവാദ് VP പാറക്കടവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാഷാ അല്ലാഹ് സവാദ് ഒരു പെട്ടി വെച്ച് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണല്ലേ, 16,138 രൂപ അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ ജോലിയിലും ഏർപ്പാടുകളൊക്കെ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഇബ്രാഹിം പന്തിരിക്കര ആദിൽ TKയുടെ പിതാവ് 2,500 രൂപ മകന്റെ കടം വിടാനും മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവെ ഈ കടങ്ങൾ വിട്ടിക്കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ മാതാപിതാക്കൾക്ക് സ്വതക്കയുടെ പുണ്യം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ദാറുസ്സലാം വടക്കേപ്പോയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മദദ് 15,000 രൂപ. മാഷാ അല്ലാഹ് ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞു, ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ഓൺലൈൻ ലൈവ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പരിപാടിയിൽ ദുആ വസിയത്ത് ചെയ്ത് എത്രയോ സഹോദരിമാർ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നീ അത് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ.
ദുരിതങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് റബ്ബേ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. കാരുണ്യവാനായ അല്ലാഹുവേ, പരിശുദ്ധമായ രാത്രിയിൽ നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. കരുണ കാണിക്കണേ പടച്ചവനെ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിൽ നിയ്യത്തുണ്ടോ ഞങ്ങളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ, അല്ലാഹു ഈ പരിപാടി, സ്ഥാപനത്തെ, ദീനിനെ സഹായിച്ചവർ, ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീഅത്തുൽ ഉലമക്കും സമൂഹത്തിനും ഉമ്മത്തിനും സേവനം ചെയ്തു പോയ ഉലമാക്കൾ, ഉമറാക്കൾ, അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രതിസന്ധികൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹു കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ റബ്ബേ. കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ റബ്ബേ. തുടങ്ങിയവർക്ക് എളുപ്പമാക്കണേ റബ്ബേ. പൂർത്തിയായവർക്ക് അതിൽ ബറക്കത്തിന് ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും ദാക്കിരീങ്ങളും അല്ലാഹുവേ നിന്റെ ദീനിന്റെ ദാഇകളും നല്ലവരായ മക്കളായി വളർത്തിത്തരണമേ തമ്പുരാനെ. ഭൗതികവും അഭൗതികവുമായ ഏതെല്ലാം പഠനങ്ങൾ അവർ നടത്തുന്നുണ്ടോ അതിലൊക്കെ അവർക്ക് നീ ഉന്നത വിജയം കൊടുക്കണേ പടച്ചവനെ. മാതാപിതാക്കൾക്ക് കൺകുളിർമയായി മാറുന്ന, അവരുടെ മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഈ ഉമ്മത്തിനെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെ, യുവതലമുറയെ മദ്യപാനവും വ്യഭിചാരത്തിലേക്കും പോകാതെ കാക്കണേ പടച്ചവനെ. പലതരത്തിലും യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഒരു 10th എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്കൊക്കെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ആയിക്കഴിഞ്ഞു. കല്യാണം കഴിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളെ കിട്ടാനില്ല, ഒക്കെ ബുക്കടാ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അള്ളാഹു എത്ര വലിയ ദുരന്തമാണ്. അങ്ങനെ ഒരു ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാതെ സ്വന്തം കാമുകനുണ്ട് എന്ന് പറയുന്ന, അഭിമാനമായി പറയുന്നൊരു കാലം, അല്ലെങ്കിൽ തനിക്കൊരു കാമുകയുണ്ട് എന്ന് പറയും, അങ്ങനത്തെ ഒരു അള്ളാഹുവെ നീ ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം റബ്ബേ ഞങ്ങളുടെ നാടുകളിലുണ്ട്. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് നീ ബോധം നൽകണേ പടച്ചവനെ. അള്ളാഹു ഹറാമിലേക്ക്, തെറ്റുകളിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. നിന്റെ പരീക്ഷണങ്ങളും നിന്റെ അദാബും വന്ന് അള്ളാഹു നീ ഒരു തിരുത്തു നൽകുന്നതിന് മുമ്പ് റഹ്മാനായ റബ്ബേ ഹിദായത്തിലേക്ക് വഴി നടത്തേണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. കാരുണ്യവാനെ, ലഹരിക്കും മദ്യത്തിനും അതുപോലെയുള്ള ദുർനടപ്പുകൾക്കും അടിമകളായി പോയ മുഴുവൻ ആളുകൾക്കും ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കൂടെ നൽകണേ റബ്ബേ. അള്ളാഹു ഈ ഉമ്മത്തിനെ നന്നാക്കണേ പടച്ചവനെ. ഈ ഉമ്മത്തിന് ആലിമീങ്ങളും ഈ ഉമ്മത്തിന് ആബിദീങ്ങളും ദാക്കിരീങ്ങളും ആക്കി തരണേ പടച്ചവനെ. അള്ളാഹു നിന്റെ ദീനിന്റെ മുഹബ്ബീങ്ങളാക്കണേ റബ്ബേ. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ പടച്ചവനെ. അള്ളാഹു ഈ പരിപാടിക്ക് വേണ്ടി സഹായം ചെയ്തവർ, ഇതിനു വേണ്ടി വർക്ക് ചെയ്ത വളണ്ടിയർമാർ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഉസ്താദുമാർ, ഇവിടുത്തെ മുദരിസുമാർ, ഇവിടുത്തെ ഖാദിമീങ്ങളും മുതഅല്ലിമാർ, എല്ലാവർക്കും റബ്ബേ നിന്റെ കരുണയും നിന്റെ റഹ്മത്തും അവരുടെ വീടുകളിലും അവർക്ക് ആരൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ അവരുടെ വീടുകളിലും റബ്ബേ നിന്റെ റഹ്മത്ത് ചൊരിയണമേ അല്ലാഹ്. കാരുണ്യവാനെ, മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന വലിയ വലിയ അസുഖങ്ങൾ കൊണ്ടൊന്നും പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ മജ്‌ലിസിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാരും ചെറിയ പിഞ്ചു മക്കളെയൊക്കെ തോളിലേറ്റി എത്രയോ സമയം കാത്തിരിക്കുന്ന ഈ ചൂടത്തിരിക്കുന്ന ഉമ്മമാർ, അള്ളാഹുയുടെ ഒക്കെ വരവും അവരിങ്ങോട്ട് വന്നതൊക്കെ സ്വീകരിക്കണേ റബ്ബേ. തിബ്തും ത്വാബ മംശാകും വതബവ്തും മിനൽ ജന്നത്തി മൻസില എന്ന് നിന്റെ മലക്കുകളാൽ പറയപ്പെടുന്ന നല്ലൊരു ആഖിബത്ത്, നല്ലൊരു അന്ത്യം ഞങ്ങളുടെ സദസ്സിന് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ മലക്കുകൾ ഖൂമു മഗ്ഫൂറൻ ലക്കും ബിഇദ്നില്ല എന്ന് പറയുന്നൊരു മജ്‌ലിസാക്കി തീർക്കണേ റഹ്മാനെ. മരണമാസന്നമാകുന്ന നേരത്തെ സമയത്ത് അള്ളാഹുവെ കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും, ദീനിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നു പോയവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അള്ളാഹു ഞങ്ങൾ ഓർക്കുന്നവരും അല്ലാത്തവരുമായ മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും റബ്ബേ നിന്റെ ലിഖാ കൊതിച്ചുകൊണ്ട് നിന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് മരിക്കുന്ന മരണം നൽകണേ തമ്പുരാനെ. മരണം ഞങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല റബ്ബേ. അത് നീ സുനിശ്ചിതമാക്കി വെച്ച നിന്റെ ഖളാ ആണ് പടച്ച തമ്പുരാനെ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹുവേ, എല്ലാവരും മരണം രുചിക്കുന്നവരാണ്. ആ നേരത്ത് അല്ലാഹുവേ നിന്നെ കാണാനുള്ള ഒരു
യാത്രയുടെ അനുഭൂതി നൽകി സന്തോഷത്തോടുകൂടി നിന്നിലേക്ക് വരുന്ന മഹാഭാഗ്യം നീ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നുവല്ലോ. ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. ഹബീബിന്റെ മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. മരണത്തിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഹറമീനുകൾ ഇബാദത്തിനിരിക്കാനുള്ള സൗഭാഗ്യവും ഒരുപാട് തവണ നൽകണേ റബ്ബേ. ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടേക്ക് ഹജ്ജിന്റെ യാത്രയും അനുബന്ധ കാര്യങ്ങളിലും ഇബാദത്തിലും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ കിടക്കാനും നിന്നെ കാണാനുമുള്ള മഹാഭാഗ്യം, ഹബീബിന്റെ കൈപിടിച്ച് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം ഉമ്മത്തികൾ അവസാനം വന്നവർ, അമലുകൊണ്ട് വളരെ ബാക്കിൽ നിൽക്കുന്നവർ, അല്ലാഹു തെറ്റുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവർ, ഇൽമു കുറഞ്ഞു പോയ സാധുക്കളായ പാപികളായ ഞങ്ങളെ മുഴുവനും നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് അല്ലാഹു നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു